ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകളാണ് പ്രീ ഡിറ്റർമൈൻഡ് മോഷൻ ടൈം സിസ്റ്റം. വാട്ട് ഈസ് PMTMs? PMTMs or predetermined motion time system is a work measurement technique whereby times established for basic human motions are used to build up the time for a job at a defined level of performance. PMTMs അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് മോഷൻ ടൈം സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്കാണ്. അതായത് നമ്മൾ ഒരു ഓപ്പറേറ്ററിൻ്റെ ബേസിക് ഹ്യൂമൻ മോഷന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത ടൈമിന് നമ്മൾ ഒരു ജോബിൻ്റെ ലെവൽ ഓഫ് പെർഫോമൻസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈമിനെ ബിൽഡപ്പ് ചെയ്യണം. കമ്പോണൻസ് ഓഫ് ബേസിക് PMTMs. പ്രീ ഡിറ്റർമൈൻഡ് മോഷൻ ടൈം സിസ്റ്റത്തിൻ്റെ ബേസിക് കമ്പോണൻസ് ആണ് താഴെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ റീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓപ്പറേറ്റർ അയാളുടെ ഹാൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ഹാൻഡ് ടു ഡെസ്റ്റിനേഷൻ. നെക്സ്റ്റ് ഗ്രാസ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂർ കൺട്രോൾ ഓഫ് ഒബ്ജക്റ്റ് വിത്ത് ഫിംഗേഴ്സ്. നമ്മൾ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ഓരോ ഒബ്ജക്റ്റുകളും കൺട്രോൾ ചെയ്യുന്ന ഹ്യൂമൻ മോഷൻസ്. ഇതെല്ലാം ഓരോ ഹ്യൂമൻ മോഷൻസിനെയാണ് പറയുന്നത്. മൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യണത്. പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ലൈനപ്പ് ചെയ്യുക, അതുപോലെ എൻഗേജ് ചെയ്യുക. റിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഗോ ഓഫ് ഒബ്ജക്റ്റ്. ബോഡി മോഷൻ അതിൽ ലെഗ്, ട്രങ്ക്, മൂവ്മെൻറ്റ് ഇതെല്ലാം പെടും. അപ്പോൾ ഇതാണ് ബേസിക് PMTMസിൻ്റെ ബേസിക് കമ്പോണൻസ്. നെക്സ്റ്റ് ആക്ഷൻസ് ഇൻവോൾവ്ഡ് ഇൻ PMTMs. ഫസ്റ്റ് വൺ ബ്രേക്ക് ഡൗൺ ദ വർക്ക് ഇൻ ടു ലിസ്റ്റ് ഓഫ് ബേസിക് മോഷൻ. നമ്മൾ ബേസിക് മോഷനിലെ ഓരോ ബേസിക് മോഷനും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ലിസ്റ്റാക്കി ബ്രേക്ക് ഡൗൺ ചെയ്യാം. അതായത് ഓരോ വർക്കിനെ ബേസിക് മോഷനാക്കി ലിസ്റ്റ് ചെയ്യുക. അറേഞ്ച് ദ ലിസ്റ്റ് ഓഫ് മോഷൻസ് ഇൻ കറക്റ്റ് സീക്വൻസ്. എന്നിട്ട് ഒരു കറക്റ്റ് സീക്വൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ബേസിക് മോഷൻ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ അതിനൊരു കറക്റ്റ് സീക്വൻസിൽ ആ ഒരു മോഷനെ ഒരു ഓപ്പറേറ്റർ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഓപ്പറേഷനെ കറക്റ്റ് സീക്വൻസാക്കി അറേഞ്ച് ചെയ്യാം. എൻ്റർ അഗൈൻസ്റ്റ് ഈച്ച് മോഷൻ ഫ്രം ദ അവൈലബിൾ ടേബിൾ വിച്ച് ഹാസ് പ്രീ ഡിറ്റർമൈൻഡ് ഏർലിയർ. അപ്പോൾ മുന്നേ അവൈലബിൾ ആയിട്ടുള്ള ടേബിൾ അനുസരിച്ച് ഓരോ ടേബിളിനെതിരെ നമ്മൾ ഓരോ മോഷൻസും എൻ്റർ ചെയ്യുക. ആഡ് ഓൾ ദീസ് വാല്യൂസ്, എല്ലാ വാല്യൂസും നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ ആഡ് ഓൾ അലവൻസ്, എന്താണ് ഒരു ഓപ്പറേറ്റർക്ക് കൊടുക്കുന്ന എല്ലാ അലവൻസും അതിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ആഡ് ഓൾ ദി എബൌട്ട് ടൈം വിൽ yield a total time to perform the operation. അപ്പോൾ ഇതെല്ലാം മുകളിൽ തന്ന എല്ലാ ടൈംസും അതിനുള്ള എല്ലാ ടൈംസും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ടോട്ടൽ ടൈം നമുക്ക് കിട്ടും. ടൈപ്സ് ഓഫ് PMTMs മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്. MTM, വർക്ക് ഫാക്ടർ, ബേസിക് ടൈം സ്റ്റഡി. വാട്ട് ഈസ് MTM? MTM ഈസ് മെത്തേഡ് ടൈം മാനേജ്മെൻറ്റ്. MTM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെത്തേഡ് ടൈം മാനേജ്മെൻ്റ് ആണ്. ദ ബേസിക് MTM അപ്രോച്ച് ഈസ് ടു ക്ലാസിഫൈ ദ ഹ്യൂമൻ വർക്ക് motion into certain fixed standard categories such as reach, move, turn, apply pressure, grasp, release, position, eye motion, body, leg and foot motions, etc. So there are 5 subclasses of reach as follows: class A reach, class B reach, class C reach, class D reach, class E reach. ഇപ്പോൾ MTM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PMTMസിൻ്റെ ഒരു ടൈപ്പാണ് MTM എന്ന് പറഞ്ഞാൽ മെത്തേഡ് ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോൾ MTM എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ്റെ വർക്ക് മോഷൻ, ഒരു ഹ്യൂമൻ മോഷനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഫിക്സഡ് സ്റ്റാൻഡേർഡ് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ റീച്ച്, മൂവ്, ടേണ്, അതുപോലെ അപ്ലൈ പ്രഷർ, ഗ്രാസ്പ്, റിലീസ്, പൊസിഷൻ, ഐ മോഷൻ, ബോഡി, ലെഗ് ആൻഡ് ഫുട്ട് മോഷൻ. അതിന് ഓരോ കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്താണ് ഓരോ ഹ്യൂമൻ്റെ, അതായത് ഒരു വർക്കിൽ ഉള്ള ഒരാളുടെ ഒരു ഓപ്പറേറ്ററിൻ്റെ മോഷനെ ഒരു ഫിക്സഡ് സ്റ്റാൻഡേർഡ് കാറ്റഗറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ ഇതിന്
ഈ ഒരു റീച്ചിന് തന്നെ, ഇപ്പോൾ റീച്ച് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ തന്നെ 5 സബ് ക്ലാസ്സസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് എ റീച്ച്. ഇപ്പോൾ ക്ലാസ് എ റീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഒരു ഫിക്സഡ് ലൊക്കേഷൻ, ഒരു ഒബ്ജക്റ്റ് ഒരു ഫിക്സഡ് ലൊക്കേഷനിൽ റെസ്റ്റ് ചെയ്യുന്നതാണ് ക്ലാസ് എ റീച്ച്. ഇപ്പോൾ ക്ലാസ് ബി റീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നമുക്ക് അറിയുന്ന ലൊക്കേഷനിലായിരിക്കും ഒബ്ജക്റ്റ്. അതുപോലെ ക്ലാസ് സി റീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ ഗ്രൂപ്പിക്ക് ഈ ഒബ്ജക്റ്റ് കൊടുക്കുന്നത്. അതേപോലെ ക്ലാസ് ഡി റീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഏതെങ്കിലും ചെറിയ സ്മോൾ ഒബ്ജക്റ്റ് ആക്യുറേറ്റ് ചെയ്യുക, ഗ്രാസ്പ് ചെയ്യുക. അല്ലെങ്കിൽ ക്ലാസ് ഇ റീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡെഫിനിറ്റ് ലൊക്കേഷനിൽ പൊസിഷൻ ചെയ്യുക, അല്ലെങ്കിൽ ബോഡി ബാലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലാസ് ഇയിൽ വരുന്നത്. യൂസ് ഓഫ് MTM. ഇപ്പോൾ മെത്തേഡ് ടൈം മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് എഫക്റ്റീവ് മെത്തേഡ്സ് ആൻഡ് പ്ലാൻസ് ഇൻ അഡ്വാൻസ് ഓഫ് ബിഗിനിങ്സ് ഓഫ് പ്രൊഡക്ഷൻ. പിന്നെ ഇംപ്രൂവിങ് എക്സിസ്റ്റിംഗ് മെത്തേഡ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ, അതേപോലെ ഒരു പ്രൊഡക്ഷൻ്റെ ബിഗിനിങ്ങിൽ അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്യാനൊക്കെ മെത്തേഡ് ടൈം മാനേജ്മെൻറ്റ് യൂസ് ചെയ്യും. പിന്നെ എസ്റ്റാബ്ലിഷിങ് ടൈം സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നിടത്ത്, കോസ്റ്റ് എസ്റ്റിമേറ്റിംഗ് ചെയ്യുന്നിടത്ത്, അതുപോലെ സൂപ്പർവൈസേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യാൻ, അതുപോലെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ, പ്ലാൻ ലേഔട്ട് ഡിസൈൻ ചെയ്യാൻ, പ്രോഡക്റ്റ് ഡിസൈൻ, ഇതൊക്കെ MTM അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. നെക്സ്റ്റ് അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ്. Analytical estimating is a technique developed to setting time standard for long and non-repetitive jobs. Analytical estimating is a combination of estimating and synthesis from standard data. Analytical estimating എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നിക്കാണ്. അതായത് ഒരുപാട് ടൈമിലുള്ള ഓപ്പറേഷനിൽ, അതുപോലെ റിപ്പീറ്റ് ചെയ്യാതെ നടക്കുന്ന ഓപ്പറേഷൻസിലൊക്കെ ടൈം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് യൂസ് ചെയ്യുക. അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്റ്റിമേറ്റിങ്ങിൻ്റെയും സിന്തസിസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. സ്റ്റാൻഡേർഡ് ഡാറ്റയുടെ എസ്റ്റിമേറ്റിങ്ങിൻ്റെയും സിന്തസിസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ്. നെക്സ്റ്റ് പ്രൊസീജിയർ ഫോർ അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ്. The first one, find out job details such as dimensions, requirement of tooling, jigs, fixtures, etc. അപ്പോൾ ഏത് ജോബാണോ നമ്മൾ അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിങ്ങിന് വിധേയമാക്കുന്നത്, ആ ജോബിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കണ്ടെത്തുക. അതിൻ്റെ ഡയമെൻഷൻസ്, അതിൻ്റെ ആവശ്യമുള്ള ടൂൾസ്, ജിഗ്സ്, ഫിക്ചേഴ്സ് ഒക്കെ കണ്ടെത്തുക. നെക്സ്റ്റ്, നോ ദ വർക്കിംഗ് കണ്ടീഷൻ സച്ച് ആസ് ഇലുമിനേഷൻ ആൻഡ് ടെമ്പറേച്ചർ അറ്റ് വർക്ക് പ്ലേസ്, ഹസാർഡ്സ് എൻവയോൺമെൻറ്റ്. ഇനി അതിനുശേഷം ആ വർക്ക് ചെയ്യുന്നതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് മനസ്സിലാക്കുക. അവിടുത്തെ ടെമ്പറേച്ചർ, അതേപോലെ അവിടുത്തെ എൻവയോൺമെൻറ്റ്, അവിടുത്തെ വർക്ക് പ്ലേസിലെ എല്ലാ കാര്യങ്ങളും, വെളിച്ചം വരണത്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ബ്രേക്ക് ദ ജോബ് ഇൻ ടു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്. ആ ജോബിന് എന്ത് ചെയ്യുക, നമ്മൾ ഓരോ എലമെൻറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക, തരംതിരിക്കുക. സെലക്ട് ടൈം വാല്യൂസ് ഫോർ ആസ് മെനി എലമെൻറ്റ്സ് ആസ് പോസിബിൾ ഫ്രം ദ സിന്തറ്റിക് ഡാറ്റ ദാറ്റ് അവൈലബിൾ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിന്തറ്റിക് ഡാറ്റ എന്ന് ഓരോ എലമെൻറ്റ്സിനും ടൈം വാല്യൂസ് സെലക്ട് ചെയ്യുക. ഇൻ ദ ആബ്സെൻസ് ഓഫ് സിന്തറ്റിക് ഡാറ്റ ഗിവ് ടൈം വാല്യൂ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്. ഇനി സിന്തറ്റിക് ഡാറ്റ ഇല്ലെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓരോ എലമെൻറ്റ്സിനും ടൈം സെറ്റ് ചെയ്യുക. Add up all the time values to get total basic time at 100% rating. എല്ലാ ടൈം വാല്യൂസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ബേസിക് ടൈം കിട്ടും 100% റേറ്റിങ്ങിൽ. ആഡ് റിലാക്സേഷൻ അലവൻസ് 10-20% ടു ബേസിക് ടൈം. ഇനി നമുക്ക് കിട്ടിയ ബേസിക് ടൈമിൻ്റെ കൂടെ ഒരു 10-20% റിലാക്സേഷൻ അലവൻസും കൂടി ആഡ് ചെയ്യുക. Any other allowance is added to the above to get standard time for the given job or task. റിലാക്സേഷൻ അലവൻസ് കൂടാതെ ബാക്കി മറ്റ് അലവൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ജോബിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. യൂസർ ആപ്ലിക്കേഷൻ. അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിൻ്റെ യൂസർ ആപ്ലിക്കേഷൻസ് ആണ് താഴെ തന്നുള്ളത്. It is used where the jobs are non-repetitive type or long cycle time.
ആവർത്തിക്കാതെ ഒരുപാട് ലോങ് ആയിട്ട് ചെയ്യുന്ന ഓരോ ജോബിലാണ് അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് നടത്തുക. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വർക്ക്, അതുപോലെ ജോബ് ഓർഡർ പ്രൊഡക്ഷനിൽ, എൻജിനീയറിംഗ് കൺസ്ട്രക്ഷനിൽ, ടൂൾ റൂം വർക്ക്സിലൊക്കെ അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് യൂസ് ചെയ്യും. ഇനി അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്: ഇറ്റ് പ്രൊവൈഡ്സ് ബേസിസ് ഫോർ ഫിക്സിംഗ് വേജസ് ഫോർ നോൺ റിപ്പീറ്റേറ്റീവ് വർക്ക്സ് ഇൻ ഇൻഡസ്ട്രീസ്. ഒരു ഇൻഡസ്ട്രിയിലെ നോൺ റിപ്പീറ്റേറ്റീവ് വർക്ക്സിലുള്ള വേജസ് ഫിക്സ് ചെയ്യാൻ, ബേസിക് ആയിട്ടുള്ള വേജസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇംപ്രൂവ് ലേബർ കൺട്രോൾ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇറ്റ് ഗീവ് ഓൾ അഡ്വാൻറ്റേജസ് ഓഫ് PMTMs. പ്രീഡിറ്റർമൈൻ മോഷൻ ടൈം സിസ്റ്റത്തിലുള്ള എല്ലാ അഡ്വാൻറ്റേജും നൽകാൻ പറ്റും. നെക്സ്റ്റ്, വർക്ക് സാമ്പിളിംഗ്. വർക്ക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടെക്നിക് ഇൻ വിച്ച് ലാർജ് നമ്പർ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് ഒബ്സർവേഷൻസ് ആർ മെയ്ഡ് ഓവർ period of time of group of machines, process or workers. Each observation records what is happening at that instant, and the percentage of observation recorded for a particular activity or delay is a measure of the percentage of time which activity or delay occurs. വർക്ക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നിക്കാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് മെഷീന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോസസ്സ് അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള ഒരു ഒബ്സർവേഷൻസ്, ലാർജ് ഇൻസ്റ്റൻറ്റേനിയസ് ഒബ്സർവേഷൻ നടക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഓരോ ഒബ്സർവേഷനും റെക്കോർഡ് ചെയ്യുന്നത് ഓരോ ഇൻസ്റ്റൻറ്റ് ടൈമിലും എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റെക്കോർഡ് ചെയ്ത പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡിലേ കാണിക്കും. ഡിലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റിയുടെ പെർസെൻറ്റേജ് ഓഫ് ടൈമാണ് കാണിക്കുന്നത്. അപ്പോൾ വർക്ക് സാമ്പിളിംഗ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഐഡിയൽ ടൈം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി അതായത് റാൻഡം ഇൻ്റർവെൽസിലുള്ള ഒബ്സർവേഷൻസാണ് നമ്മൾ വർക്ക് സാമ്പിളിങ്ങിൽ എടുക്കുക. അപ്പോൾ ഓരോ കണ്ടീഷൻസിലുള്ള വർക്ക് സാമ്പിളിംഗ് ആണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഐഡിയൽ സ്റ്റേറ്റ്, നമുക്കൊരു വർക്കിൻ്റെ ഐഡിയൽ സ്റ്റേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി വർക്ക് സാമ്പിളിങ്ങിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഡിറ്റർമൈൻ ദ വർക്കിംഗ് ആൻഡ് ഐഡിയൽ ടൈം ഓഫ് മെൻ ആൻഡ് മെഷീൻസ്. ഒരു മെഷീനിൻ്റെ അല്ലെങ്കിൽ ഒരു വർക്കറിൻ്റെ വർക്കിംഗ് ടൈമും അതുപോലെ ഐഡിയൽ ടൈമും കണ്ടെത്താൻ പറ്റും. ടു എസ്റ്റാബ്ലിഷ് എ ടൈം സ്റ്റാൻഡേർഡ് ഫോർ ആൻ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ്റെ ടൈം സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ടു മെഷർ ദ പെർഫോമൻസ് ഓഫ് വർക്കറിൻ്റെ പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ വർക്ക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് മെഷീൻസ് അല്ലെങ്കിൽ വർക്കർ, പ്രോസസ്സറിൻ്റെ ഒക്കെ ഒരു ഒബ്സർവേഷൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ്. അപ്പോൾ ഓരോ ഒബ്സർവേഷനും നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അതായത് ഓരോ ഇൻസ്റ്റൻറ്റിലും നടക്കണം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും. അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിയുടെ പെർസെൻറ്റേജ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.